everyone, welcome to Medventure Dr. Ando's Academy. നമുക്ക് ഹാർട്ട് ഫാർമസി ടെക്നീഷ്യന്റെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. Hi, the question. Which one is not an enzyme inhibitor? അപ്പോൾ enzyme inhibitor എന്ന് പറഞ്ഞാൽ എന്താ? Enzyme inhibitors എന്ന് വെച്ചാൽ the molecules, അതായത് എൻസൈംസ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റിനെ കുറയ്ക്കുന്ന ആ ഒരു മോളിക്യൂൾസിനെയാണ് നമ്മൾ എൻസൈം ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ആക്ടിവിറ്റി കുറയ്ക്കുന്നത് അല്ലെങ്കിൽ എൻസൈംസ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്? എൻസൈം ഇൻഹിബിറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതായത് എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിനെ ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു എൻസൈമിന്റെ അനദർ പാർട്ടായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ അതിന്റെ ഷേപ്പ് അങ്ങോട്ട് മാറ്റും. അങ്ങനെ അതിന്റെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ ഇൻഹിബിറ്റേഴ്സ് ഇതുപോലെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ആകാം, നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ആകാം, അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ മിക്സ്ഡ് ആകാം, ഡിപ്പെൻഡിങ് ഓൺ ആ ഒരു മോഡ് ഓഫ് ആക്ഷൻ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഏതാണ് എൻസൈം ഇൻഹിബിറ്റർ അല്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അലോപ്യൂരിനോൾ, അസ്റ്റൈൽ കോളിൻ എസ്റ്ററേസ് ഇൻഹിബിറ്റർ, മെത്തോട്രെക്സേറ്റ്, ഇൻസുലിൻ. ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് എൻസൈം ഇൻഹിബിറ്റർ അല്ല. അവന്മാരൊരു ഹോർമോൺ ആണ്. അതായത് ബ്ലഡ് ഷുഗർ ലെവൽസ് റെഗുലേറ്റ് ചെയ്യുന്നു. എങ്ങനെ? They promote the uptake of glucose by cells. Allopurinol എന്ന് പറയുന്നത് സാൻഡിൻ ഓക്സിഡേസിന്റെ ഇൻഹിബിറ്റർ ആണ്. അസ്റ്റൈൽ കോളിൻ എസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അസ്റ്റൈൽ കോളിന്റെ ബ്രേക്ക് ഡൗണെ അഫക്ട് ചെയ്തില്ലേ? മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്നത് ഡൈഹൈഡ്രോ ഫോളേറ്റ് റിഡക്ടേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവരല്ലേ? അപ്പൊ ഇവിടെ ഇൻസുലിൻ ആണ് റൈറ്റ് ആൻസർ. നമ്മൾ പറഞ്ഞു അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, മിക്സഡ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ എൻസൈം ഇൻഹിബിറ്റേഴ്സ് ഒരു ക്രൂഷ്യൽ റോൾ നയിക്കുന്നുണ്ട് നമ്മുടെ ബയോകെമിക്കൽ പാത്വേസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ് ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ എൻസൈം മെക്കാനിസം സ്റ്റഡി ചെയ്യാനും. അതപ്പോൾ നാച്ചുറൽ ആകാം, സിന്തറ്റിക് ആകാം. അപ്പൊ അവന്മാരുടെ ആ ഒരു എഫക്റ്റ്, ആ എൻസൈംസിൽ അവന്മാരുടെ എഫക്റ്റ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആകാം, ഇറിവേഴ്സിബിൾ ആകാം. ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു ബൈൻഡിങ്ങിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. അപ്പൊ ആദ്യത്തേത് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ്. കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർ കോമ്പീറ്റ് ചെയ്യും. അതായത് അവരുടെ സബ്സ്ട്രേറ്റ് ആ ഒരു ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്ന ആ ഒരു സബ്സ്ട്രേറ്റ്, എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ് ബൈൻഡ് ചെയ്യുന്ന ആ ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് ഇതുപോലെ ഈ ഇൻഹിബിറ്റേഴ്സ് കോമ്പീറ്റ് ചെയ്യും. അപ്പോൾ അവര് റിസംബിൾ ചെയ്യുമല്ലേ, സബ്സ്ട്രേറ്റിനെ റിസംബിൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ ടെമ്പററിലി ഇതുപോലെ ഒക്യുപ്പൈ ചെയ്യും ആ ആക്റ്റീവ് സൈറ്റിൽ. അവിടെ അപ്പോൾ ആ ഒരു ആക്ച്വൽ സബ്സ്ട്രേറ്റ് ആ ബൈൻഡിങ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യും. അങ്ങനത്തെ ഇൻഹിബിറ്റേഴ്സ് ആണ് മെത്തോട്രെക്സേറ്റ് എന്ന് പറഞ്ഞാൽ. മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആണ് എൻസൈം ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേഴ്സിന്റെ. അതായത് നമ്മുടെ ന്യൂക്ലിയോടൈഡിന്റെ സിന്തസിസിൽ ഈ ന്യൂക്ലിയോടൈഡിന്റെ സിന്തസിസിൽ ഇൻവോൾവ് ആണല്ലോ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേഴ്സ് എൻസൈംസ്. അപ്പൊ അതിന്റെ ഒരു കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആണ് ഈ പറഞ്ഞ മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്ന കീമോതെറാപ്യൂട്ടിക് ഏജന്റ് ആണ്. രണ്ടാമത്തേത് ഇതുപോലെ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ആ ഒരു ഇൻഹിബിറ്റേഴ്സ് ഇതുപോലെ എൻസൈംസിന്റെ ബൈൻഡ് ചെയ്യും. അതായത് ഒരു സൈറ്റ് അതർ ദാൻ ദി ആക്റ്റീവ് സൈറ്റ് അല്ലാതെ വേറൊരു സൈറ്റിൽ പോയി ഇവന്മാർ ബൈൻഡ് ചെയ്യും. അപ്പൊ ആ ഒരു ബൈൻഡിങ് അവിടെ ഒരു കൺഫോർമേഷണൽ ചേഞ്ചസ് ആ എൻസൈമിൽ ഉണ്ടാകും. അതപ്പോൾ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യും. റിഗാർഡ്ലെസ് ആ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനെ റിഗാർഡ്ലെസ് അത് ആക്ടിവിറ്റിനെ അത് കുറയ്ക്കും. ഫോർ എക്സാമ്പിൾ ആലോപ്യൂരിനോളിന്റെ കേസ്. ആലോപ്യൂരിനോൾ എന്ന് പറയുന്ന ഒരു നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആണ് നമ്മുടെ സാൻഡിൻ ഓക്സിഡേസിന്റെ. സാൻഡിൻ ഓക്സിഡേസ് എന്ന് പറഞ്ഞ എൻസൈം യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷനിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളതല്ലേ, ഗൗട്ട് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ്. അപ്പം നമ്മൾ ആദ്യം പഠിച്ചു കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ്, നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ്. ഇനി അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ്. അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് these inhibitors bind only to the enzyme substrate complex. അതായത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിലാണ് ഇവന്മാർ ബൈൻഡ് ചെയ്യുക ഈ ഒരു ഇൻഹിബിറ്റേഴ്സ്. അങ്ങനെ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു. അപ്പോൾ അത് ടിപ്പിക്കലി ഒക്കർ ചെയ്യുന്നത് ഒരു സൈറ്റ്, അതായത് ഡിസ്റ്റിങ് ഫ്രം ആക്റ്റീവ് സൈറ്റ് അല്ല, ഒരു ഡിസ്റ്റിങ് സൈറ്റിലാണ് അത് ഒക്കർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ലിഥിയം ഒക്കെ ഒരു അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇനോസിറ്റോൾ മോണോഫോസ്ഫേറ്റേസിൽ. ഇനോസിറ്റോൾ മോണോഫോസ്ഫേറ്റേസ് എന്ന് പറഞ്ഞ എൻസൈം ഇതുപോലെ ഫോസ്ഫാറ്റിഡിനോസിന്റെ ഒക്കെ ഫോസ്ഫാറ്റിഡിനോസിറ്റോൾ ഇല്ലേ, അതിന്റെ ഒക്കെ ഈ പറഞ്ഞ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടത് അതിന്റെ സിഗ്നലിംഗ് പാത്വേയിലൊക്കെ. അപ്പൊ ലിഥിയം എന്ന് പറയുന്നത് ഇതുപോലെ ബൈപ്പോളാർ ഡിസോർഡർ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ലിഥിയം എന്ന് പറയുന്നത് അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആണ്. ദെൻ മിക്സഡ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. മിക്സഡ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് മിക്സഡ് ഇൻഹിബിറ്റേഴ്സ് ബൈൻഡ് ചെയ്യുന്നത് എവിടെയാ? എൻസൈമായിട്ട് ബൈൻഡ് ചെയ്യുന്നത് ഒരു സൈറ്റ്, ഡിഫറെന്റ് ഫ്രം ആക്റ്റീവ് സൈറ്റ് അല്ല വേറോ, ഒന്നെങ്കിൽ എലോൺ ആയിട്ട് അല്ലെങ്കിൽ ആ എൻസൈം ഇതുപോലെ ബൗണ്ട് ആകും സബ്സ്ട്രേറ്റ്. അങ്ങനെയാണ് അവന്മാർ ഇതുപോലെ ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ അവന്മാർ ഈ എൻസൈം ആക്ടിവിറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യും. എങ്ങനെ? ബൈ ചേഞ്ചിങ് ദ കൺഫോർമേഷൻ ഓഫ് ദി എൻസൈം. ആ ഒരു എൻസൈമിന്റെ കൺഫോർമേഷനെ ചേഞ്ച് ചെയ്തുകൊണ്ട് അങ്ങനെ ആക്റ്റീവ് സൈറ്റിനെ അഫക്ട് ചെയ്യും.
ഫോർ എക്സാമ്പിൾ ഓക്സാലോ അസറ്റേറ്റ് നമ്മൾ ഓപ്ഷനിൽ പറഞ്ഞു ഒരു മിക്സഡ് ഇൻഹിബിറ്റേഴ്സ് ആണ്, അതായത് ഒരു മിക്സഡ് ഇൻഹിബിറ്റർ ആയിട്ടാണ് നമ്മുടെ ഓക്സാലോ അസറ്റേറ്റ് ആക്ട് ചെയ്യുന്നത്. അതായത് ഏത് എൻസൈമിന്റെ സക്സിനേറ്റ് ഡിഹൈഡ്രോജിനേസിന്റെ, അതായത് സിട്രിക് ആസിഡ് സൈക്കിളിൽ സക്സിനേറ്റ് ഡിഹൈഡ്രോജിനേസ് എൻസൈമിന്റെ ഒരു മിക്സഡ് ഇൻഹിബിറ്റർ ആയിട്ടാണ് ഓക്സാലോ അസറ്റേറ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻസൈം ഇൻഹിബിറ്റേഴ്സ് എല്ലാം ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് ബയോകെമിക്കൽ പാത്വേ റെഗുലേറ്റ് ചെയ്യാൻ, ഫാർമസ്യൂട്ടിക്കൽ ഡിസൈനിങ്ങിൽ, അല്ലെങ്കിൽ എൻസൈം മെക്കാനിസം സ്റ്റഡി ചെയ്യാൻ. നാച്ചുറൽ ആകാൻ സിന്തറ്റിക് ആകുമ്പോൾ ഓർത്തോണം. അടുത്ത ക്വസ്റ്റ്യൻ, എപ്പിനെഫ്രിൻ നോട്ട് ഗിവൺ ഇൻ വിച്ച് കണ്ടീഷൻ ചോദിച്ചിട്ടുണ്ട്. എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ അഡ്രിനാലിൻ എന്ന് പറയുന്നത് ഹോർമോൺ ആണ്, ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, ഹോർമോൺ ആണ് അഡ്രിനാലിൻ, എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവർക്ക് ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. എന്താണ്? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിൽ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ബോഡീനെ ലൈക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യും റെസ്പോണ്ട് ചെയ്യാൻ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കിന്. അപ്പം ഇവിടെ എപ്പിനെഫ്രിൻ ഏത് കണ്ടീഷനിലാണ് കൊടുക്കാത്തത്? ഹൈപ്പർ ടെൻഷൻ കേസിൽ കൊടുക്കാറില്ല. എപ്പിനെഫ്രിൻ ഇങ്ങനെ ടിപ്പിക്കലി ഈ ഹൈപ്പർ ടെൻഷൻ പോലത്തെ കേസിൽ കൊടുക്കാറില്ല, കാരണം അവർ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ആ കണ്ടീഷൻ വേഴ്സൺ ചെയ്യാൻ കാപ്പബിൾ ആണ്. അതുകൊണ്ട് തന്നെ എപ്പിനെഫ്രിൻ കൊടുക്കാറില്ല. ഇതൊക്കെയാണ് എപ്പിനെഫ്രിന്റെ ഫങ്ഷൻസ്. ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എപ്പിനെഫ്രിൻ ഇതുപോലെ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റേഴ്സിനെ ഹാർട്ടിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹാർട്ട് റേറ്റ് കൂട്ടും, അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് ഓഫ് കാർഡിയാക് കോൺട്രാക്ഷൻ കൂട്ടുന്നുണ്ട്. അത് കാർഡിയാക് ഔട്ട്പുട്ടിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ബ്രോങ്കോ ഡയലേഷനിൽ, അതായത് എയർവേയിൽ ഇതുപോലെ ലങ്സിൽ എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രീത്തിങ് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എപ്പിനെഫ്രിന്. ഗ്ലൈക്കോജീനലൈസിസിൽ, അതായത് എപ്പിനെഫ്രിന് ഗ്ലൈക്കോജന്റെ ആ ബ്രേക്ക് ഡൗൺ ഇല്ലേ ഗ്ലൂക്കോസ് ആയിട്ട് ലിവറിൽ, അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ആ ഒരു ഇമ്മീഡിയറ്റ് എനർജിക്ക് വേണ്ടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ വാസോ കൺസ്ട്രക്ഷൻ ആൻഡ് വാസോ ഡൈലേഷൻ, അതായത് ബ്ലഡ് വെസൽസിൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇപ്പൊ സ്കിന്നിലും ഒക്കെ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ വാസോ ഡൈലേഷൻ ഈ പറഞ്ഞ വേറെ സ്കെലിറ്റൽ മസിൽസിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വാസോ കൺസ്ട്രക്ഷനും ഉണ്ട്, വാസോ ഡൈലേഷനും ഉണ്ട്. ദെൻ ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ആ ഒരു മസിൽസിലോട്ട്, അതായത് റീഡയറക്ട് ചെയ്യുന്നു, എപ്പിനെഫ്രിനെ റീഡയറക്ട് ചെയ്യും ബ്ലഡ് ഫ്ലോനെ ആ മേജർ മസിൽ ഗ്രൂപ്പ്സിലോട്ട്. അങ്ങനെ ആ ഒരു ഫിസിക്കൽ പെർഫോമൻസ് ഒക്കെ എൻഹാൻസ്ഡ് ആകും. എന്തൊക്കെയാണ് അപ്പോൾ എപ്പിനെഫ്രിന്റെ മെഡിക്കൽ യൂസസ്? അനാഫിലാക്സിസിൽ നമ്മൾ യൂസ് ചെയ്യും. എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആണ് ആ ഒരു സിവിയർ അലർജിക് റിയാക്ഷൻസ്. ഇപ്പം അതിനൊരു എബിലിറ്റി ഉണ്ട് റാപ്പിഡ്ലി ഇതുപോലെ റിവേഴ്സ് ചെയ്യാൻ സിംറ്റംസിന്. ഇപ്പം എയറി കൺസ്ട്രക്ഷൻ ആവട്ടെ, ലോ ബ്ലഡ് പ്രഷർ ആവട്ടെ, അങ്ങനെ റിവേഴ്സ് ചെയ്യാൻ ഒരു കഴിവുണ്ട് ഈ പറഞ്ഞ എപ്പിനെഫ്രിന്. അപ്പോൾ സിവിയർ അലർജിക് റിയാക്ഷൻസിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആണ്, അനാഫിലാക്സിസിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആണ് ഈ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ മെഡിക്കൽ യൂസ് എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റ്, അതായത് ഇവന്മാരെ എമർജൻസി സിറ്റുവേഷൻസിൽ ഹാർട്ട് ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യാനും എപ്പിനെഫ്രിൻ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ആസ്മ അറ്റാക്സിൽ, അതായത് എപ്പിനെഫ്രിൻ ഇതുപോലെ സിവിയർ ആസ്മ അറ്റാക്സിൽ ഉപയോഗിക്കാറുണ്ട്. ബ്രോങ്കോസ്പാസം റെഡ്യൂസ് ചെയ്യാൻ ക്യാപ്പബിൾ, അതുകൊണ്ട് തന്നെ ആസ്മ അറ്റാക്സിൽ ഉപയോഗിക്കാറുണ്ട്. ഈ എപ്പിനെഫ്രിൻ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഏത് കണ്ടീഷനിലാണ് കൊടുക്കാത്തതെന്ന്. ഹൈപ്പർ ടെൻഷനിൽ കൊടുക്കാറില്ല. എന്തുകൊണ്ടാ? അവന്മാർ ബ്ലഡ് പ്രഷർ കൂട്ടും, കാരണം വാസോ കൺസ്ട്രക്ഷൻ എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പെരിഫറൽ റെസിസ്റ്റൻസ് റേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഹൈപ്പർ ടെൻഷനിൽ എപ്പിനെഫ്രിൻ കൊടുക്കാറില്ല. ആൻഡ് ഹാർട്ട് റേറ്റും കൂട്ടുന്നുണ്ട്, കാർഡിയാക് ഔട്ട്പുട്ടും കൂട്ടും. ഫർദർ ആ ഒരു ഹൈ ബ്ലഡ് പ്രഷറിനെ, ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർക്ക് നമുക്ക് എപ്പിനെഫ്രിൻ കൊടുക്കുമ്പോൾ അത് എക്സാസർബേറ്റ് ചെയ്യും ആ ഒരു കണ്ടീഷന്. അപ്പോൾ ആ ഒരു എഫക്റ്റ് അങ്ങനെ എക്സാസർബേറ്റ് ചെയ്യുമ്പോൾ അത് ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻസിന് കാരണമാകും, ആരിത്മിയയ്ക്ക് കാരണമാകും, ഹാർട്ട് അറ്റാക്കിന് കാരണമാകും, സ്ട്രോക്സിന് കാരണമാകും. അഡീഷണലി ആ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സ്ട്രെസ്, ഈ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ ഹാംഫുൾ ആണ്. അതായത് ആ ഇൻഡിവിജ്വൽസിന് ഇപ്പോൾ ഓൾറെഡി എലവേറ്റഡ് ബ്ലഡ് പ്രഷർ ഉണ്ട് ഇൻഡിവിജ്വലിന് വളരെ ഹാംഫുൾ ആണ്. അപ്പോൾ ഇൻസ്റ്റഡ് ഏതെങ്കിലും ഒരു ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻ ഇതുപോലെ ബ്ലഡ് പ്രഷർ ലോ ചെയ്യുന്നതാണ് കൊടുക്കുക, അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ സ്ട്രെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആ ഹൈപ്പർ ടെൻഷൻ മാനേജ് ചെയ്യാൻ, അല്ലാതെ എപ്പിനെഫ്രിൻ യൂസ് ചെയ്യാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡ്രഗ് ഈസ് അവൈലബിൾ ഇൻ സബ്ലിംഗ്വൽ ഫോം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ഓപ്ഷനിൽ ഏത് ഡ്രഗാണ് സബ്ലിംഗ്വൽ ഫോമിൽ അവൈലബിൾ? ബുപ്രിനോഫിൻ ആണ്. ബുപ്രിനോഫിൻ എന്ന് പറയുന്നത് സബ്ലിംഗ്വൽ ഫോമിലാണ് അവൈലബിൾ. കോമൺലി നമ്മൾ ഒപ്പിയോയിഡ് ഡിപ്പെൻഡൻസ് ട്രീറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്നതാണ്. സബ്ലിംഗ്വൽ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഫിലിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ നാക്കിന്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ മെഡിക്കേഷൻ അബ്സോർബ്ഡ് ആകും ഡയറക്ട്ലി ബ്ലഡ് സ്ട്രീമിലോട്ട്. അപ്പോൾ ഈ ഒരു ഫോം ബുപ്രിനോഫിൻ എന്ന് പറയുന്നത് ഓഫൻ കമ്പൈൻ ചെയ്യും, അതായത് നാലോക്സോണിന്റെ കൂടെ ഒക്കെ കമ്പൈൻ ചെയ്യും ആ ഒരു പൊട്ടൻഷ്യൽ മിസ്യൂസ് കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ ബുപ്രിനോഫിന്റെ ക്ലാസ് ഏതാണ്? പാർഷ്യൽ ഒപ്പിയോയിഡ് അഗോണിസ്റ്റ് ആണ് ബുപ്രിനോഫിൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രൈമറിലി ഇവന്മാരെ യൂസ് ചെയ്യുന്നത് ഒപ്പിയോയിഡ് ഡിപ്പെൻഡൻസിയുടെ ട്രീറ്റ്മെന്റിൽ അല്ലെങ്കിൽ പെയിൻ മാനേജ്മെന്റിലൊക്കെയാണ് ബുപ്രിനോഫിൻ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ബുപ്രിനോഫിൻ വർക്ക് ചെയ്യുന്നത്? ബുപ്രിനോഫിൻ ഇതുപോലെ മ്യൂ ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ആയിട്ട് ബ്രെയിനിൽ ബൈൻഡ് ചെയ്യും, അതായത് ഹൈ അഫിനിറ്റിയിൽ. ഓക്കെ,
അങ്ങനെ അവിടെ ഒരു പെയിൻ റിലീഫ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു വിഡ്രോവൽ സിംറ്റംസ് ഇതുപോലെ കുറയ്ക്കും വിത്തൗട്ട് പ്രൊഡ്യൂസിങ് ദ ഫുൾ ഒപ്പിയോയിഡ് എഫക്റ്റ്. അപ്പൊ അങ്ങനെ ആ ഒരു റിസ്ക്, ആ മിസ്യൂസിന്റെ റിസ്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും കമ്പയർ ടു ഫുൾ ഒപ്പിയോയിഡ് അഗോണിസ്റ്റ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ബുപ്രീനോഫിൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ സബ്ലിംഗ്വൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫോം ഏത് ഡ്രഗാണ് ഇവിടെ? ബുപ്രീനോഫിൻ. അടുത്ത ക്വസ്റ്റ്യൻ, കോമൺ കോസ് ഫോർ കിഡ്നി ഫെയിലിയർ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഓപ്ഷനിൽ ഡയബറ്റിക് ഇമ്മ്യൂണോ സപ്രസൻ, ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിക് ഓവർ യൂസ് ഓഫ് പെയിൻ കില്ലർ, ഇതിനകത്ത് ഏതാണ് കിഡ്നി ഫെയിലിയറിന്റെ കോമൺ കോസ്? ഡയബറ്റിക് ആൻഡ് ഹൈപ്പർ ടെൻഷൻ ആണ്. അതായത് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും രണ്ടും, ഹൈ ബ്ലഡ് പ്രഷറും, ഈ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഈ കോൺട്രിബ്യൂട്ടേഴ്സ്, ഒരു മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ക്രോണിക് കിഡ്നി ഡിസീസിന്. കാരണം ഇവന്മാർ പിന്നെയും അവിടെ എന്തുണ്ടാക്കും? അൾട്ടിമേറ്റ്ലി ഇതുപോലെ കിഡ്നി ഫെയിലിയറിന് ഉണ്ടാക്കും, പ്രോപ്പർലി മാനേജ് ചെയ്തില്ല എങ്കിൽ. അപ്പൊ ഈ കണ്ടീഷൻസ്, ഈ ഹൈ ബ്ലഡ് പ്രഷറും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയബറ്റിക്കും എന്ന് പറയുന്നത് ഇതുപോലെ സ്മോൾ ബ്ലഡ് വെസൽസിന് ഡാമേജ് ഉണ്ടാക്കും, കിഡ്നിയിലൊക്കെ സ്മോൾ ബ്ലഡ് വെസൽസിന്റെ ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ ഓവർ ദി ടൈം ആ ഒരു ഫംഗ്ഷനെ ഇമ്പയർ ചെയ്യും. ഇപ്പൊ അതർ ഫാക്ടേഴ്സ് ഇപ്പം ഇതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ആണ് പ്രൈമറി ഫാക്ടേഴ്സ്. വേറെ ഫാക്ടേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓപ്ഷൻ ബി ആണ് അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ആക്ട് ആസ് ആൻ എൻസൈം ഇൻഹിബിറ്റർ? നമുക്കറിയാം എൻസൈം ഇൻഹിബിറ്റേഴ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ആൻസർ ആലോപ്യൂരിനോൾ ആയിരുന്നേ. ആലോപ്യൂരിനോൾ എന്ന് പറഞ്ഞ എൻസൈം ഇൻഹിബിറ്റർ, സ്പെസിഫിക്കലി ഏത് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? സാൻഡിൻ ഓക്സിഡേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവന്മാരാണ് ആലോപ്യൂരിനോൾ എന്ന് പറഞ്ഞാൽ. സാൻഡിൻ ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം ഈ ഹൈപ്പോസാൻഡിൻ സാൻഡിൻ ആകും, അതായത് എന്നിട്ട് യൂറിക് ആസിഡ് ആവും ബോഡിയിൽ. അപ്പൊ ആ കൺവേർഷൻ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈമാണ് ആലോപ്യൂരിനോൾ, അല്ലെങ്കിൽ സാൻഡിൻ ഓക്സിഡേസ് എന്ന് പറയുന്നത്. അപ്പൊ ആലോപ്യൂരിനോൾ വർക്ക് ചെയ്യുന്നത് സാൻഡിൻ ഓക്സിഡേസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ സാൻഡിൻ ഓക്സിഡേസിനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ആലോപ്യൂരിനോൾ അവിടെ യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കത്തില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു യൂറിക് ആസിഡ് ലെവൽസ് എലിവേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ, ഗൗട്ടിലൊക്കെ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് നമ്മുടെ ആലോപ്യൂരിനോൾ യൂസ് ചെയ്യും. ആലോപ്യൂരിനോളിന്റെ MOI നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇവിടെ കൊടുത്ത ഓപ്ഷനിൽ ആലോപ്യൂരിനോൾ ആയിരുന്നു കറക്റ്റ്, അതാണ് ഇത് എടുത്ത് പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ, സ്യൂഡോ എഫിഡ്രിന്റെ MOI ചോദിച്ചിട്ടുണ്ട്. സ്യൂഡോ എഫിഡ്രിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു ഡീകൺജസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യും. പ്രൈമറിലി ഇതുപോലെ ബ്ലഡ് വെസൽസിനെ നാരോ ചെയ്യുന്നുണ്ട് നേസൽ പാസേജസിൽ. അങ്ങനെ ആ ബ്ലഡ് ഫ്ലോ കുറയ്ക്കും നേസൽ മ്യൂക്കോസയിൽ. അപ്പൊ ഈ ഒരു വാസോ കൺസ്ട്രിക്ഷൻ, നേസൽ കൺജഷൻ അലിവേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ അലർജീസ്, കോമൺ കോൾഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്യൂഡോ എഫിഡ്രിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ആൽഫ അഡ്രിനേർജിക് റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ബ്ലഡ് വെസൽസിന്റെ കൺസ്ട്രക്ഷന് കാരണമാവുന്നു. വിഷൻ ടേൺ അവിടെ സ്വെല്ലിംഗ് കുറയ്ക്കുന്നു, അല്ലെ നേസൽ ടിഷ്യൂസിലെ കൺജഷൻ കുറയ്ക്കുന്നു. സ്യൂഡോ എഫിഡ്രിന്റെ പിക്ചർ സ്ട്രക്ചർ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്സിമെറ്റാസോളിന്റെ യൂസ് ചോദിച്ചിട്ടുണ്ട്. ഓക്സിമെറ്റാസോളിൻ, ഒട്രീവിൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒട്രീവിൻ നമ്മൾ മൂക്കടപ്പൊക്കെ വരുമ്പോഴത്തേക്കിന് ഇതുപോലെ എടുക്കുന്നതാണ്. ഒട്രീവിൻ നേസൽ സ്പ്രേ ഉണ്ട്, നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ നേസൽ സൊല്യൂഷൻ. ഓക്കെ, ഈ പറഞ്ഞ ഓക്സിമെറ്റാസോളിന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഷോർട്ട് ടേം റിലീഫ്. ഒരു നേസൽ കൺജഷൻ വന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൾഡ് വന്നു, അല്ല അലർജീസ് വന്നു, അഡൾട്ടിലും ഓൾഡർ ചിൽഡ്രനിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിഫേർഡ് ഡ്രഗ് ആണ് ഓക്സിമെറ്റാസോളിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവന്മാർ വർക്ക് ചെയ്യുന്ന തന്നെ, ഓക്സിമെറ്റാസോളിൻ വർക്ക് ചെയ്യുന്ന തന്നെ എങ്ങനെയാണ്? നാരോ ചെയ്യും നേസൽ പാസേജസിൽ, ബ്ലഡ് വെസൽസിനെ നാരോ ചെയ്ത് വർക്ക് ചെയ്യും. അങ്ങനെ ആ സ്വെല്ലിങ്ങും കൺജഷനും ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവന്മാരിലേക്ക് നമുക്ക് ബ്രീത്തിങ് ഈസിയർ ആക്കി തരും. അപ്പൊ ഇതിന്റെ എക്സ്റ്റെൻഡഡ് പീരീഡ് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് യൂസ് ഇതുപോലെ റീബൗണ്ട് കൺജഷൻ ഉണ്ടാക്കുന്നു എന്നതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്സിമെറ്റാസോളിന്റെ യൂസ് നോട്ട് ചെയ്യുക. കോൾഡിലും അലർജീസിലും അഡൽട്ടിലും ഓൾഡർ ചിൽഡ്രനിലും ഒക്കെ ഇതുപോലെ നേസൽ കൺജഷന്റെ ആ ഒരു റിലീഫ് തരാൻ വേണ്ടി, ഷോർട്ട് ടേം റിലീഫ് തരാൻ വേണ്ടി പ്രിഫേർഡ് ഡ്രഗ് ആണ് ഓക്സിമെറ്റാസോളിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഷുഡ് ബി യൂസ് വിത്ത് ഫുഡ്? അപ്പോൾ ഫുഡിൻ്റെ കൂടെ എടുക്കുന്ന ഡ്രഗ് ഏതാണെന്ന് ചോദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഓപ്ഷനിലെ ഡ്രഗ്സ് തന്നിട്ട് കാർബിമസെപ്പാൻ ആയിരുന്നു ആൻസർ. അതായത് കാർബിമസെപ്പാൻ ഇതുകൊണ്ട് ഫുഡിന്റെ കൂടെ എടുക്കുന്നത് അതിന്റെ അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യാനും സ്റ്റൊമക് അപ്സെറ്റിന്റെ റിസ്ക് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ കാർബിമസെപ്പാൻ ഇതുപോലെ ഫുഡിന്റെ കൂടെയാണ് എടുക്കുന്നത്. സ്ട്രക്ചേഴ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഇതുപോലെ 4 സ്ട്രക്ചർ തന്നിട്ടായിരിക്കും ചോദിക്കുക വിച്ച് വൺ ഷുഡ് ബി യൂസ് വിത്ത് ഫുഡ്. അപ്പോൾ കാർബിമസെപ്പാൻ്റെ ഒക്കെ സ്ട്രക്ചേഴ്സ് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ കാർബിമസെപ്പാൻ്റെ അബ്സോർപ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ ഫുഡിന്റെ പ്രസൻസ് ആ സ്റ്റൊമക്കിൽ. അപ്പൊ കൺസ്യൂം ചെയ്യുന്നു, ആ ഒരു ഫുഡ് കൺസ്യൂം ചെയ്യുക എന്ന് പറയുമ്പോൾ അപ്പൊ കാർബിമസെപ്പാൻ ഫുഡിന്റെ കൂടെ എടുക്കുന്നത് അതിന്റെ അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു, എൻഹാൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റൊമക് അപ്സെറ്റിന്റെ റിസ്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാർബിമസെപ്പാന്റെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഈ ഫുഡിന്റെ പ്രസൻസ് ആ സ്റ്റൊമക്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മീലിന്റെ കൂടെ എടുക്കുമ്പോൾ അല്ലെ സ്നാക്കിന്റെ കൂടെ എടുക്കുമ്പോൾ അത് ആ ഒരു റേറ്റ്, അതായത് റേറ്റ് അറ്റ് വിച്ച് ആ മെഡിക്കേഷൻ അബ്സോർബ്ഡ് ആവുന്ന ആ ഒരു റേറ്റ് സ്ലോ ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ഒരു
കുറച്ചുകൂടി മോർ കൺസിസ്റ്റന്റ് ബ്ലഡ് ലെവൽസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സൈഡ് എഫക്ട്സ് മിനിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ന്യൂസിയ ആവട്ടെ, സ്റ്റൊമക് ഡിസ്കംഫോർട്ട് ആവട്ടെ. അപ്പോൾ ആ ഒരു സ്റ്റൊമക് ആപ്സെറ്റിന്റെ റിസ്ക് കുറയ്ക്കാനും അതിന്റെ അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യാനുമാണ് കാർബമസെപ്പൈൻ വിത്ത് ഫുഡ് എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ്, കാർബമസെപ്പൈൻ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് SSRIs ഹാവ് മോസ്റ്റ് ലൈക്ലി ആന്റികോളിനർജിക് ആക്ഷൻ? അപ്പം സെറോട്ടോണിൻ റിയപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സിൽ, സെലക്റ്റീവ് സെറോട്ടോണിൻ റിയപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സിൽ ഇതിൽ ഏതിനാണ് മോസ്റ്റ് ലൈക്ലി ആന്റികോളിനർജിക് ആക്ഷൻ ഉള്ളത്? പരോക്സിറ്റിൻ ആണ്. കാരണം അവന്മാരുടെ ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടീസ് കാരണമാണ്. കാരണം ഹയർ അഫിനിറ്റി ആണ്, മെസ്കാരനിക് കോളിനർജിക് റിസപ്റ്റേഴ്സിൽ ഹയർ അഫിനിറ്റി ആണ് ഈ പറഞ്ഞ പരോക്സിറ്റിന്. അപ്പോൾ പരോക്സിറ്റിൻ ആണ് ഓഫൺ കൺസിഡർ ടു ഹാവ് എ ഹയർ ലൈക്ലിഹുഡ് ഓഫ് ആന്റികോളിനർജിക് എഫക്ട്. ഇപ്പൊ കമ്പയർ ടു സെറ്റാലിൻ അല്ലെ ഫ്ലൂവോസിറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഹയർ ലൈക്ലിഹുഡ് ആന്റികോളിനർജിക് എഫക്റ്റിന് ആർക്കാണ്? പരോക്സിറ്റിൻ ആണ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഇറ്റ്സ് ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടി, അതായത് മസ്കാരനിക് കോളിനർജിക് റിസപ്റ്റേഴ്സിനോട് ഹയർ അഫിനിറ്റി ആർക്കാണ് കൂടുതൽ? പരോക്സിറ്റിൻ ആണ് കൂടുതൽ. അതായത് ആന്റികോളിനർജിക് എഫക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഡ്രൈ മൗത്ത് ആകാം, ബ്ലഡ് വിഷൻ ആകാം, കോൺസ്റ്റിപ്പേഷൻ, യൂറിനറി റിട്ടൻഷൻ. ഇൻ കോൺട്രാസ്റ്റ് സെറ്റാലിനും ഫ്ലൂവോസിറ്റിനും ഒക്കെ ജനറലി ഫ്യൂവർ ആയിട്ടുണ്ട് കോളിനർജിക് എഫക്റ്റ് ഉള്ളൂ. അപ്പോൾ ഏറ്റവും മോസ്റ്റ് ലൈക്ലി ആന്റികോളിനർജിക് ആക്ഷൻ ആർക്കാണ്? പരോക്സിറ്റിൻ ആണ്.